ഇപ്പോൾ എം കെ ഹരിദാസ് സാമൂഹ്യ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ എം കെ ഹരിദാസ്, ഒരു ജീവൻ കൂടി നഷ്ടമാവുന്ന സാഹചര്യം. ഇതിനു മുമ്പും സമാനമായ രീതിയിലുള്ള അപകടങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. ദേശീയപാതയിൽ തന്നെ അവിടെ നിർമ്മാണത്തിനിടെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്ത സാഹചര്യം, അതുപോലെ ഈ അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാതെ രാത്രിയിലൊക്കെ വീട്ടിലേക്ക് ആളുകൾ പോകുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം. നേരത്തെ ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. രഞ്ജിത്തിൻ്റെ ഭാര്യയും ഈ ചർച്ചയിൽ നമുക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അവരിപ്പോഴും അതിൻ്റെ നഷ്ടപരിഹാരത്തിനായി പലയിടങ്ങളിലും കയറി ഇറങ്ങുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരിലേക്ക് വരാം. താങ്കൾ എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഇതിൽ തന്നെ ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള വിവാദങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വിള്ളൽ രൂപപ്പെട്ട സാഹചര്യം, അതിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്ന സാഹചര്യം, വലിയൊരു രാഷ്ട്രീയ വിവാദത്തിനത് വഴിവെച്ചിരിക്കുന്ന സാഹചര്യം. അതിനൊക്കെ ഇടയിലും ദേശീയപാത നിർമ്മാണത്തിനിടയിൽ തന്നെ ഇത്തരത്തിലുള്ള അനാസ്ഥ, ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഗുരുതരമായ വീഴ്ച ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എം കെ ഹരിദാസ്? ദേശീയപാത നിർമ്മാണമായാലും PWDയുടെ റോഡ് നിർമ്മാണമായാലും കരാറുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു അവിഹിത ബന്ധത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ഉടലെടുക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അനാസ്ഥ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാനുണ്ടായ, അല്ലെങ്കിൽ ഒന്നിലേറെ ജീവൻ നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യത്തിൽ ആ കുടുംബങ്ങൾ അനാഥമായി പോകുന്നതിനെ കുറിച്ചിട്ട് ഈ കരാറുകാരോ ഈ കരാറുകാരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ചിന്തിക്കുന്നില്ല എന്ന് വേണം കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. പാലാരിവട്ടം മെട്രോ സ്റ്റേഷന്റെ അവിടെ നമ്മുടെ വാട്ടർ അതോറിറ്റി ചെയ്തിട്ടുള്ള അങ്ങേയറ്റം പറയില്ലേ നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു പ്രവർത്തന മുകളില് ജോലിക്ക് പോവുകയായിരുന്ന ഒരു പറവൂർ സ്വദേശിയ കുഴിയിൽ വീണ് മരിച്ചെന്ന് ഹൈക്കോടതി കരയാണ്. കേസ് കേട്ട ജഡ്ജി പറഞ്ഞത് എനിക്ക് പൊട്ടിക്കരയാനാണ് തോന്നുന്നത്. കാരണം ഇത്രയും അവിടെ അത്തരത്തിലൊരു കുഴി എടുത്തിട്ടുള്ള സ്ഥലത്ത് ബാരിക്കേഡ് വേണ്ട, ഈ റിബൺ കെട്ടാൻ പോലും വാട്ടർ അതോറിറ്റി തയ്യാറായില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഈ കോട്ടയത്തപ്പം നിങ്ങൾ കാണിച്ചിട്ടുള്ള കുഴിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും പ്രാദേശികമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അധികൃതർ കൈക്കൊള്ളേണ്ടതായിട്ടുള്ള സുരക്ഷയുടെ ഒരു കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടല്ല ഈ പ്രവൃത്തി. നിങ്ങളുടെ റിപ്പോർട്ടർ ദേശീയപാതയുടെ ആലപ്പുഴ ഭാഗത്ത് നടക്കുന്ന പണിയെക്കുറിച്ച് പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് അടിക്കടി ഗുരുവായൂരാണ് എൻ്റെ വീട്. അപ്പോൾ എറണാകുളത്ത് നിന്ന് ഗുരുവായൂർക്ക് പോകുമ്പോൾ ഈ ഇടപ്പള്ളി മുതൽ ചാവക്കാട് വരെയുള്ള ആ സ്ട്രെച്ചിൽ നടക്കുന്നത് ഈ പറഞ്ഞതാണ്. രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഈ ഭാഗത്ത് തുറന്നു കൊടുത്ത റോഡായിരിക്കില്ല, തിരിച്ചു വരുമ്പോൾ നമ്മളപ്പോൾ ആ കണക്ക് കൂട്ടലിൽ വരുമ്പോൾ അവിചാരിതമായിട്ടുള്ള ബ്രേക്കിംഗ്, അവിചാരിതമായിട്ട് ഇവർ വെച്ചിട്ടുള്ള ഡിവൈഡർ പോയിട്ട് ഇടിക്കല്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന വിധത്തിലാണ് യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഇവർ ഈ റോഡ് പണി നടത്തുന്നത്, ഈ നാഷണൽ ഹൈവേയുടെ പണി. ഇപ്പൊ ഞാൻ കർണാടകത്തിലുള്ള എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ടു. കർണാടകത്തിലൂടെ ഇപ്പോൾ ഏറ്റവും വലിയ ആദ്യമായിട്ട് 6 വരിപ്പാത നമ്മുടെ സൗത്തില് മൈസൂര് തൊട്ടിട്ട് ബാംഗ്ലൂർ വരെയുള്ളത് ഉദ്ഘാടനം ചെയ്തു. അവിടെയൊന്നും ഇത്തരത്തിലുള്ള അനാസ്ഥ പേരിൽ ഒരാൾ കുഴിയിൽ വീണ് മരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ട് ഒരു അപകടവും വന്നിട്ടില്ല. അപ്പൊ അവിടെ എന്താ, അവിടെ റോഡ് പണി നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണെങ്കിലും സംസ്ഥാന ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇവിടെ ഇല്ലാതെ പോകുന്നത് അതാണ്. ഇവിടെ സംസ്ഥാന ഗവൺമെന്റിന് ചെയ്യാനുള്ളത് എന്താ, ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇവിടെ ദേശീയപാത കൊണ്ടുവന്നത് എന്നുള്ള അവകാശവാദങ്ങൾക്ക് മാത്രമാണ് മുൻഗണന നൽകുന്നത് എന്നുള്ളത്. റോഡ് വിണ്ടുപൊട്ടുന്നതായാലും റോഡിന്റെ സൈഡ് ഇടിഞ്ഞിട്ട് ഒരു കുടുംബം കാറിൽ സഞ്ചരിക്കുന്ന കുടുംബം രക്ഷപ്പെട്ട കാര്യങ്ങളായാലും ഇത്തരത്തിലുള്ള ദുർബലമായ അവകാശവാദങ്ങൾ നിരത്താനല്ലാതെ എന്താണ് ഈ റോഡ് പണി നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സൂചിപ്പിച്ചത് കൊണ്ടാണ്. അതിൽ തന്നെ കരാറുകാരുടെ ഇടപെടലൊക്കെ വലിയ രീതിയിൽ പരിശോധിക്കേണ്ടതുമാണ്. ഇതിന്റെ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉയർന്ന വിവാദമൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അതിൽ തന്നെ സംസ്ഥാന സർക്കാരിന് ഭൂമി ഏറ്റെടുക്കലാണ് അതിന്റെ വിഷയം. മറ്റുള്ളത് ഈ പാതയുടെ നിർമ്മാണം എന്നുള്ളത് NHAന്റെ കാര്യമാണ് എന്നൊക്കെ സർക്കാരും മന്ത്രിമാരും ഒക്കെ ആവർത്തിച്ച് വിശദീകരിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമുണ്ടല്ലോ, അത് സംസ്ഥാനത്തിൻ്റെ കൂടി ഉത്തരവാദിത്വമാണ്. പലതവണ ഈ മേഖലകളിലൊക്കെ, ഈ പാതയിൽ വിള്ളലുണ്ടായ പ്രദേശമായിക്കോട്ടെ, തകർച്ച രൂപപ്പെട്ട ഇടങ്ങളായിക്കോട്ടെ, ഇവിടെയൊക്കെ മന്ത്രിമാരടങ്ങുന്ന സംഘമൊക്കെ നേരത്തെ പോവുകയും അവിടെ വിലയിരുത്തുകയും പ്രശ്നങ്ങൾ പഠിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിൽ അവിടെയുള്ള ജനങ്ങളടക്കം ഉന്നയിച്ച വിഷയങ്ങളെ എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ കേട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യം ഒരു ഭാഗത്ത്. പലയിടത്തും ഈ നാട്ടുകാരൊക്കെ ഇടപെട്ടാണ് ഈ വലിയ കുഴികൾ രൂപപ്പെട്ട ഇടങ്ങളിൽ അല്ലെങ്കിൽ അപകട സാധ്യത നിലനിൽക്കുന്ന ഇടങ്ങളിൽ അധികൃതരുടെ ഭാഗത്തുനിന്നൊരു നടപടി പ്രതീക്ഷിക്കാത്തത് കൊണ്ടായിരിക്കണം ഈ വാഴയൊക്കെ വെച്ച് ഈ രാത്രി സമയങ്ങളിൽ ഒരു അപകടം അവിടെ പതിയിരിക്കുന്നുണ്ട് എന്ന് യാത്രക്കാരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ട നടപടികൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവുന്നത്. ഹരിദാസ്, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങൾ മുൻകൈയെടുക്കുന്നത് കൊണ്ടാണ് മരണം 1 2 നിൽക്കുന്നത്. ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അധികൃതരെ അറിയിച്ചിട്ട് വേണം അധികൃതർ അവിടെ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ളത്.
നിങ്ങളിവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ആ കാര്യം തന്നെയാണ്. അതായത് ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കലോ അല്ലെങ്കിൽ ദേശീയപാത നിർമ്മാണത്തിന് ആര് ഫണ്ട് ചെലവഴിക്കും? ഞങ്ങളുടെ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഈ ചെലവഴിക്കുന്നത്. അതിന്റെ അവകാശവാദങ്ങളല്ല വേണ്ടത്. ഈ ജോലി കൃത്യമായി ദേശീയപാത അതോറിറ്റി നിർവഹിക്കുന്നുണ്ടോ? അതിൽ കള്ളത്തരമുണ്ടോ? അല്ലെങ്കിൽ ഈ പണി നടക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇത് നടക്കുന്നത്? അങ്ങനെ നടത്താൻ പാടില്ല എന്ന് ഈ ദേശീയപാത അതോറിറ്റിയെയും ഇതിന്റെ കരാറുകാരെയും ഓർമ്മിപ്പിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനാണ്. ആ കാര്യത്തിൽ ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവരെ എന്താ ചെയ്യുക? ഇപ്പൊ 2023 മാർച്ച് മാസം 16 നെടുമ്പാശ്ശേരി എയർപോർട്ട് കവലയിൽ ഒരു സ്കൂട്ടറുകാരൻ ഒരു കുഴിയിൽ വീണ് മരിച്ചു. അന്ന് എന്തൊക്കെയായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ അവകാശവാദം? എന്തൊക്കെയായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശവാദം? ഒരു പാവപ്പെട്ട കച്ചവടക്കാരനാണ്, ആ കുടുംബം അനാഥമായി. ഞാൻ നേരത്തെ പറഞ്ഞ പാലാരിവട്ടത്ത് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം, അപ്പൊ അധികൃതരുടെ അനാസ്ഥ മൂലം ഇത്തരത്തിലുള്ള ജീവൻ പൊലിയുമ്പോൾ അനാഥമാകുന്ന കുടുംബങ്ങളെ ഓർത്തെങ്കിലും സംസ്ഥാന സർക്കാർ ഈ ദേശീയപാതയുടെ പണി കഴിയുന്നത് വരെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇവർ പണി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് അപകടം വരാത്ത വിധത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ? സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നുണ്ടോ? ഇപ്പൊ 1.5 കൊല്ലമായിട്ട് ഒരു കാനയുടെ ഒരു ഏകദേശം 2 മീറ്റർ ബൈ 2 മീറ്ററിന്റെ ഒരു സ്ഥലത്ത് ഒരു റിബൺ പോലും കെട്ടിയിട്ട് മറച്ചിരുന്നുവെങ്കിൽ രഞ്ജിത്തിന് ഈ ദുരന്തം സംഭവിക്കില്ല എന്നല്ലേ ഇപ്പൊ നിങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത്? അപ്പൊ അതവിടെ കെട്ടിയിട്ടുണ്ടോ എന്നൊക്കെ സമിതികൾ രൂപീകരിച്ച് ജനങ്ങൾ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു സംസ്ഥാനം അധപ്പതിച്ചുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ പറ്റിയിട്ട് ജനങ്ങളുടെ ജീവൻ ആണ് നഷ്ടപ്പെടുന്നത് എന്നുള്ള ബോധം ഇനിയും സർക്കാരിന് വന്നിട്ടില്ല. നമുക്ക് ദേശീയപാതകളൊക്കെ വേണമെന്നേ, നമുക്ക് ദേശീയപാതകൾ എത്രയും വേഗം പണി പൂർത്തീകരിക്കണം. ദേശീയപാത ഇല്ലാണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ ഒരു ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ചിട്ട് ഇപ്പൊ അരൂർ മുതൽ ഏകദേശം ചേർത്തല വരെയുള്ള ആകാശപാതയുടെ 24 പേരല്ലേ ഈ കാലഘട്ടത്തിൽ മരിച്ചിരിക്കുന്നത്. അതിൽ 23 പേരും മരിച്ചിരിക്കുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടല്ല. ആകാശപാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഏകദേശം നമ്മൾ പറയും 2 തെങ്ങ് ഉയരത്തിൽ പോകുന്ന ഇത്തരം പാതകളിൽ നിന്ന് ഒരു തകിടിന്റെ കഷ്ണം താഴത്തേക്ക് വീണാൽ മതി അതിൽ താഴത്തൂടെ പോകുന്നവരുടെ പണി തീരാൻ എന്നുള്ള കാര്യം. ഈ സംസ്ഥാന ഗവൺമെന്റിനോ ഈ NH ഹൈവേ അതോറിറ്റിക്കോ ഒന്നും മനസ്സിലാകാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ സ്വയം മുൻകരുതൽ എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയും